ഹലോ. തെന്നിന്ത്യൻ സിനിമാ നടനായിരുന്ന കലാഭവൻ മണിയെക്കുറിച്ചാണ് ഞാനിന്നിട്ട് പറയുന്നത്. 1971 ജനുവരി 1 തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് കലാഭവൻ മണി ജനിച്ചത്. സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം ഒരു നാടൻ പാട്ടുകാരനായിരുന്നു. മലയാള സിനിമാ നടൻ എന്നതിലുപരി തമിഴ്, തെലുങ്ക് മുതലായ മറ്റ് തെന്നിന്ത്യ ഭാഷാ സിനിമകളിലും അഭിനയിച്ചു വന്നിരുന്ന അദ്ദേഹം കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് കലാരംഗത്ത് സജീവമായത്. കോമഡി വേഷത്തിലൂടെ സിനിമയിൽ തുടക്കമിട്ട് പിൽക്കാലത്ത് നായകനായി വളർന്നു. നാടൻ പാട്ടുകളുടെ അവതരണം, ആലാപനം എന്നിവയിലൂടെ അദ്ദേഹം കഴിവ് തെളിയിച്ചു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടി പ്രചരിപ്പിച്ചിരുന്ന നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി അറുമുഖൻ വെങ്കിടങ്ങടക്കമുള്ള പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചായിരുന്നു കലാഭവൻ മണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. നിമ്മിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഏക മകൾ ശ്രീലക്ഷ്മി മണി. കുന്നിശ്ശേരി വീട്ടിൽ രാമമണി എന്നായിരുന്നു കലാഭവൻ മണിയുടെ യഥാർത്ഥ പേര്. കലാഭവൻ കോമഡി ട്രൂപ്പിലൂടെയാണ് മണി തൻ്റെ കരിയർ ആരംഭിച്ചത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകൾ ഉൾപ്പെടെ 250 അധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഹാസ്യ കഥാപാത്രങ്ങൾക്കും വില്ലൻ വേഷങ്ങൾക്കും അദ്ദേഹം പ്രശസ്തനായിരുന്നു. 1995 മുതൽ 2016 വരെയായിരുന്നു അദ്ദേഹം സിനിമയിൽ സജീവമായ വർഷങ്ങൾ. കുന്നിശ്ശേരി വീട്ടിൽ രാമമണി എന്ന കലാഭവൻ മണി ചേനത്തുനാട് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ്റെയും അമ്മിണിയുടെയും മകനായിരുന്നു. RLV രാമകൃഷ്ണനാണ് കലാഭവൻ മണിയുടെ സഹോദരൻ. അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഡാൻസറും ടീച്ചറും ഫിലിം ആക്ടറുമാണ്. സല്ലാപം, സമ്മാനം, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, സ്വർണം, കുബേരൻ, കരിമാടിക്കൊട്ടൻ, രാക്ഷസ രാജാവ്, കബഡി കബഡി, മന്ത്രമോതിരം, പ്രണയനിലാവ്, എക്യൂസ്മി, ഏത് കോളേജില, യാത്ര ചോദിക്കാതെ തുടങ്ങിയവയാണ് കലാഭവൻ മണി അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ. യാത്ര ചോദിക്കാതെ എന്ന ഫിലിം കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷമായിരുന്നു റിലീസ് ചെയ്തത്. 1999 വാസന്തി ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിന് ദേശീയ തലത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നേടി. രാമു എന്ന അന്ധനായ കഥാപാത്രത്തെ മികച്ച അഭിനയം കൊണ്ട് അദ്ദേഹം ഉജ്ജ്വലമാക്കി. 2010 പുറത്തിറങ്ങിയ തമിഴ് ശാസ്ത്രകഥാ ചലച്ചിത്രമാണ് എന്തിരൻ. ശിവാജിക്ക് ശേഷം രജനി ശങ്കർ ടീം വീണ്ടും ഒന്നിച്ച ചിത്രത്തിൽ രജനീകാന്ത് നായകനും ഐശ്വര്യ റായ് നായികയുമാണ്. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ നായകനാക്കി സംവിധായകൻ ശങ്കർ ഒരുക്കിയ എന്തിരനിൽ രജനിക്കൊപ്പം അഭിനയിക്കുക എന്ന ഭാഗ്യത്തിനൊപ്പം എന്തിരൻ എന്ന വൺ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക എന്ന ഇരട്ട ഭാഗ്യമാണ് ഈ ചിത്രത്തിലെ വേഷത്തിലൂടെ കലാഭവൻ മണിക്ക് കൈവന്നത്. ചിത്രത്തിലെ മറ്റൊരു ആകർഷണ കേന്ദ്രം ബോളിവുഡ് സുന്ദരി ഐശ്വര്യ റായോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗോവയിലാണ് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ചിത്രത്തിൽ പന ചെത്തുന്ന തൊഴിലാളിയുടെ വേഷമായിരുന്നു കലാഭവൻ മണിക്ക്. ഇതുകൂടാതെ സരിത്തിര, മോദി വിളയാട് എന്നീ ചിത്രങ്ങളിലും വില്ലൻ കഥാപാത്രങ്ങളെ കലാഭവൻ മണി അവതരിപ്പിച്ചു. ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന കലാഭവൻ മണി ഉപജീവനത്തിനായി പല ജോലികളും ചെയ്തിരുന്നു. ഓട്ടോ ഡ്രൈവറായി ജോലി നോക്കുന്ന സമയത്തായിരുന്നു കലാഭവനിൽ എത്തപ്പെട്ടത്. സമുദായം എന്ന സിനിമയിലായിരുന്നു ആദ്യമായി അഭിനയിച്ചതെങ്കിലും ലോകിതദാസിൻ്റെ സല്ലാപമായിരുന്നു മണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ധാരാളം സിനിമകളിൽ കലാഭവൻ മണി അഭിനയിച്ചു. സുഹൃത്തായ നാദിർ ഷാ വഴി നാടൻ പാട്ടുകളിൽ പാടാനായി അവസരം ലഭിക്കുകയും അഭിനയത്തിനൊപ്പം നാടൻ പാട്ടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. സ്റ്റേജ് ഷോകളിലും മറ്റും അദ്ദേഹം ധാരാളം നാടൻ പാട്ടുകൾ പാടുമായിരുന്നു. അങ്ങനെ നാടൻ പാട്ടിനെ അദ്ദേഹം കൂടുതൽ ജനകീയമാക്കുകയും ചെയ്തു. ഓഡിയോ കാസറ്റുകളുടെ കാലത്ത് മണിയുടെ കാസറ്റുകൾ വിൽപ്പനയിൽ റെക്കോർഡുകൾ വാരിത്തീർത്തു. മണി നായകനായ ബെൻ ജോൺസൺ കേരളത്തിൽ മാത്രമല്ല മറ്റ് സൗത്ത് ഇന്ത്യൻ നഗരങ്ങളിലും ഹൗസ്ഫുള്ളായി ഓടി. മലയാളത്തിലെ ആദ്യത്തെ ഒറ്റ കഥാപാത്രം മാത്രമുള്ള ചിത്രം ദി ഗാർഡനിൽ മണി നായകനായി എത്തി. വിക്രത്തിനോടൊപ്പം അഭിനയിച്ച ജെമിനി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച വില്ലനായി ഫിലിം ഫെയർ അവാർഡ് കിട്ടി. തമിഴിന് പുറമെ തെലുങ്കിലും കന്നഡയിലും അദ്ദേഹം അഭിനയിച്ചു. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ, ചോന്നുള്ളി ചോന്ന പോലെ, എന്നോടെന്തേ മിണ്ടാത്തെ, കണ്ണിമാങ്ങ പ്രായത്തിൽ, അങ്ങനെ എത്രയോ നാടൻ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടിട്ടുണ്ട്. സിനിമയിൽ തൻ്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി കലാഭവൻ മണി സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ചതിൻ്റെ റെക്കോർഡും കലാഭവൻ മണിക്ക് തന്നെയാണ്. അധ്വാനിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് തന്നെ താഴ്ചയിൽ നിന്ന് അതിവേഗം ഉയരത്തിലേക്ക് കുതിക്കാൻ കലാഭവൻ മണിക്ക് കഴിഞ്ഞു. അമിതമായ ആൽക്കഹോൾ ഉപയോഗം മൂലം കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2016 മാർച്ച് 6 7:15 PM അദ്ദേഹത്തിന് 45 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോൾ എറണാകുളം കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ അന്തരിച്ചു. അങ്ങനെ ചാലക്കുടിക്കാർക്ക് പ്രിയങ്കരനായിരുന്ന ചാലക്കുടിക്കാരൻ മണി അഥവാ കലാഭവൻ മണി ഓർമ്മയായി. കലാഭവൻ മണി സ്മാരകത്തിൻ്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 10, 2024 കലാഭവൻ മണിയുടെ ജന്മനാടായ ചാലക്കുടിയിൽ 3 കോടി രൂപ ചെലവിലാണ് നടന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 35 സെൻറ് സ്ഥലത്താണ് കലാഭവൻ മണി സ്മാരകം നിർമ്മിച്ചത്.
കലാഭവൻ മണി അഭിനയിച്ച സിനിമകൾ, അദ്ദേഹം പാടിയ പാട്ടുകൾ എന്നിവയെല്ലാം ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു.